പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ലെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. റസൂൽ പൂക്കുട്ടിയെ പോലെ വിഖ്യാതനായ ആളെ കൊണ്ടുവരാനാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാറിനെ മാറ്റിയതെന്ന് മന്ത്രി പറഞ്ഞു. അല്ലല്ല, നമ്മളൊരു സ്ഥാനം ലഭിക്കുകയും ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി വിടുകയും ചെയ്യുന്നത് നല്ലതാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ്, വളരെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമുള്ള ആളാണ്. പക്ഷേ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളിപ്പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും ഒരു ചീപ്പായിട്ട് പെരുമാറുന്ന ആളല്ല പ്രേംകുമാർ. സംസ്കാര സാഹിത്യത്തിൽ പങ്കെടുക്കാം, അതിനൊരു സാംസ്കാരിക സംഘടന ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവരുടെ തീരുമാനം അവരല്ലേ എടുക്കേണ്ടത്. ഞാൻ പ്രേംകുമാർ ഇങ്ങനെ തീരുമാനിക്കണം എന്നെനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന പ്രേംകുമാർ ഒരു ചെറിയ സ്ഥാനമാനത്തിന് വേണ്ടി, ഒരു ചെറിയൊരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട്, അത് രഞ്ജിത്ത് ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന് ചുമതല നൽകി. ആ ചുമതല അദ്ദേഹം നന്നായി നിർവഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരാൾ അത് ആ ടൈം കഴിഞ്ഞപ്പോൾ റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരു ഇൻ്റർനാഷണൽ ഫിഗറിനെ അതിൻ്റെ പ്രസിഡൻ്റാക്കി. അതൊരു തെറ്റല്ലല്ലോ. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഇൻ്റർനാഷണലി അംഗീകാരം നേടിയ ഓസ്കാർ നേടിയ മലയാളിയാണ്. അദ്ദേഹം ഒരു കുറവുള്ള ആളല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പകരം വെച്ചു. ആ ടൈം കഴിഞ്ഞു, ആ ടൈമിൻ്റെ കാലാവധി കഴിഞ്ഞു, വെച്ചപ്പോൾ പിന്നെ അദ്ദേഹം പിണങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. UDF-നെ പരിഹസിച്ച മന്ത്രി പി പ്രസാദ് LDF-ലെ പല പ്രമുഖരെയും ലക്ഷ്യമിട്ടിട്ട് ഇപ്പോൾ അതൊന്നും നടക്കാതെ പോയി. ഇന്ദുലേഖയെ കിട്ടിയില്ലെങ്കിൽ തോഴിയായാലും മതി എന്ന സുരൻ നമ്പൂതിരിപ്പാടിന്റെ നിലപാടിലാണ് ഇപ്പോൾ UDF എന്നും. UDF-നും VD സതീശനും സ്വന്തം മുന്നണിയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. പോകാനുള്ള സാധ്യതകളിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ അത്രമേൽ വിസ്മയം തീർക്കുന്ന ഒന്നാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ദിരയെ കിട്ടിയില്ലെങ്കിൽ തോഴിയായാലും മതി എന്ന് പറഞ്ഞ സൂര്യ നമ്പൂതിരിപ്പാടിന്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോ ശ്രീ VD സതീശനും UDF എത്തിയിരിക്കുന്നത്. വലിയ വലിയ നോട്ടങ്ങളുമായിട്ടാണ് അവർ നടന്നത്. അതൊന്നും നടക്കാതെ പോയി എന്നുള്ളതും നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തതിന്റെ ഭാഗമായി നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ആരുടെ എല്ലാം പുറകെയാണ് അവർ നടന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സ്വന്തം മുന്നണി, തങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, അവരിൽ മാത്രമായി വിശ്വാസം അർപ്പിച്ചു പോകാൻ കഴിയുന്നില്ല എന്നാണ് അതെല്ലാം തെളിയിക്കുന്നത്. UDF-ന് ഇതുകൊണ്ടൊന്നും കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു നില തീർക്കുന്നതിനോ കേരളത്തിന്റെ അധികാര രംഗത്തേക്ക് എത്തുന്നതിനോ കഴിയുകയില്ല. വലിയ വിസ്മയങ്ങൾ തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നില്ല. അതിനൊക്കെ എത്രമാത്രം പ്രാധാന്യവും പ്രാമുഖ്യവും ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.